2005 ജനുവരി മാസം 2-ാം തീയതി നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഈ ജോർജിയൻ പബ്ലിക് സ്കൂളിന് ഉദ്ഘാടനം നടത്തുകയുണ്ടായി. അഡ്മിഷൻ ആരംഭിച്ചത് അന്നത്തെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനും മലങ്കര മെത്രാപ്പൊലീത്തായും കാതോലിക്കായുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് രണ്ടാമൻ തിരുമേനിയാണ്. ഇതൊരു ദൈവാനുഗ്രഹമുള്ള ഒരു സ്ഥാപനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നല്ല അധ്യാപക വൃന്ദം, അതിന് നേതൃത്വം നൽകുന്നതായ നമ്മുടെ പ്രിൻസിപ്പൽ, എല്ലാവരും കൂടി ഒരു ജോർജിയൻ കുടുംബം എന്നുള്ള നിലയിലാണ് ഈ കുഞ്ഞുങ്ങളെ അറിവിൻ്റെ ആദ്യാക്ഷരങ്ങളും തുടർന്നുള്ള കാര്യങ്ങളും പഠിപ്പിക്കാൻ തക്കവണ്ണം ഇടയായത് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ 20 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഈ വർഷം ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നു. പ്രധാനമായും റോബോട്ടിക്സ്, AI പഠന വിഭാഗവും ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കിഡ്സിന് വേണ്ടി പ്രീ KG പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ട് ഞങ്ങൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ വർഷം അത് പൂർത്തിയാകും. അവർക്ക് നല്ല പരിചരണങ്ങളും പഠന രീതികളും ക്രിസാലിസ് തുടങ്ങിയതായ പഠന രീതികൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. പുതുപ്പള്ളി പള്ളിയുടെ പരിപൂർണ ഉത്തരവാദിത്വത്തിലാണ് ഈ സ്കൂള് നടന്നു വരുന്നത്. പള്ളിയുടെ വികാരിയായിരിക്കുന്ന ആൻഡ്രൂസ് ടി ജോൺ അച്ഛൻ മാനേജരായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം സ്കൂളിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജരായി പ്രിയാസ് ഏലിയാസ് അച്ഛനുണ്ട്. ഗവേണിംഗ് ബോഡിയുണ്ട്. ആ ഗവേണിംഗ് ബോഡിയിൽ സെക്രട്ടറി ആയിട്ട് ശ്രീ ബാബുജി സാറ്, ജേക്കബ് ഫിലിപ്പ് സാറ്, ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന റോണി ജോസഫ് വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾക്കൊക്കെയും എല്ലാ നേതൃത്വവും നൽകുന്നുണ്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ചെറുതും വലുതുമായ എല്ലാ കൈത്താങ്ങുകളും നൽകുന്നതായ ഒരു PTA ഉണ്ട് എന്നുള്ളത് വളരെയേറെ സന്തോഷകരമായ അവസ്ഥയാണ്. പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു കുഞ്ഞുങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഉള്ളത്. അവരുടെ പ്രവർത്തനവും ഈ നാടിനും ഈ ലോകത്തിനും നമ്മുടെ രാജ്യത്തിനും എല്ലാം ഗുണകരമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട്